അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന പേരിൽ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തതോടെ അമ്മ തെരഞ്ഞെടുപ്പിൽ വിവാദം കത്തുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയുള്ള കേസ്. ചേരിപ്പോരാണ് കേസിന് പിന്നിലെന്ന ആരോപണവും ശക്തമാണ്. നടി ശ്വേതാ മേനോന് പിന്തുണയുമായി നടൻ രവീന്ദ്രൻ രംഗത്ത് വന്നു. കേസ് ദൌർഭാഗ്യകരമെന്നും പ്രതിഷേധം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം. അഭിനേതാക്കളെ കരിവാരിത്തേക്കുന്ന ആളുകൾക്കെതിരെയുള്ള നടപടി സിനിമാ നയത്തിൽ ഉണ്ടാവണമെന്നും രവീന്ദ്രൻ. ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകയ്ക്ക് ശരിക്കും നേരിട്ട ഈ ദുരനുഭവത്തിനോട് പ്രതിഷേധം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിനയം ഒരു കലയാണ്. അത് ഞങ്ങളുടെ തൊഴിലും കൂടിയാണ്. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേരി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ആർക്കും വന്ന് കൊട്ടാൻ പറ്റുന്നൊരു ചെണ്ടയല്ല നമ്മൾ ആർട്ടിസ്റ്റ് അല്ലേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളുടെ കല നിങ്ങളിലേക്ക് പകർന്നു തരിക, നിങ്ങളെ ആനന്ദിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും വന്നിട്ട് ആർക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, ഈ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അമ്മയിൽ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി പരസ്പരം ചെളിവാരിയേറിയലാണ് അമ്മയിൽ നടക്കുന്ന കാര്യത്തിൽ നമുക്കാർക്കും വലിയ സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വിചിത്രം എന്ന വാക്ക് പോരാ, അതിവിചിത്രം എന്ന് പറയാം. ഈ ശ്വേതാ മേനോനെതിരെയുള്ള പരാതിയല്ലേ? ബബി, വെരി ഗുഡ് മോർണിംഗ്. ബബി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി അത് ഏത് രീതിയിൽ നോക്കിയിട്ടും നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. അതിനാൽ തന്നെ പോലീസിന് മറ്റ് നിവൃത്തിയില്ല, കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനേ തരമുള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് ഇത്തരത്തിലൊരു കേസ് വരുന്നതെന്നാണ്. അതും ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളായിക്കോട്ടെ, രതിനിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് തുടങ്ങിയ ചിത്രങ്ങളാണ്. ഇതിൽ പാലേരി മാണിക്യത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പോലും ശ്വേതാ മേനോന് ലഭിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മറ്റ് ഈ 3 ചിത്രങ്ങളും സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രമാണ്, പ്രേക്ഷകർ കണ്ട ചിത്രമാണ്, വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ചിത്രമാണ്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇതെല്ലാം അശ്ലീല സിനിമകളും അല്ലെങ്കിൽ അശ്ലീല സിനിമകൾ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന തരത്തിൽ ശ്വേതാ മേനോൻ കുറ്റക്കാരിയാകുന്നത് എങ്ങനെയാണെന്ന ചോദ്യം തന്നെയാണ് പൊതുസമൂഹവും സിനിമാ സംഘടനയിലുള്ളവരും ഒക്കെ പ്രതികരിക്കുന്നത്. നടൻ രവീന്ദ്രനും ദേവനും ശ്വേതാ മേനോന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ദേവൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. ഇങ്ങനെ സിനിമ എന്തും പറയാനോ അല്ലെങ്കിൽ എന്തും ചെയ്യാനോ കഴിയുന്ന, എന്തും വിമർശിക്കുന്ന രീതിയിലേക്ക് സിനിമാ അഭിനേതാക്കൾ മാറുന്നത് ശരിയായ നിലപാടല്ല. ഞങ്ങൾക്ക് നിയമപരമായി തന്നെ ഇതിനെ മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ശ്വേതാ മേനോനെ പിന്തുണച്ചുകൊണ്ട് തന്നെ രവീന്ദ്രൻ പറയുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം അമ്മ സംഘടനയിലെ മുതിർന്ന താരങ്ങളും ഒക്കെ ആയിട്ട് ഇത് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ശ്വേതയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ശ്വേതയ്ക്ക് നിയമപരമായി മുന്നോട്ട് പോകാം, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും അമ്മ സംഘടന നൽകും എന്നുകൂടിയാണ് രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശ്വേതാ മേനോൻ ഇതുവരേക്കും ഇതിൽ പ്രതികരിക്കുവാൻ തയ്യാറായിട്ടുമില്ല. അവരെ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു പരാതി അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് സിനിമാ സംഘടനയിലുള്ളവരും പ്രതികരിക്കുന്നത്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നതാണ്. അത് മാർച്ച് മാസത്തിലാണ് ഈ പരാതിക്കാരൻ പരാതി നൽകിയത്. പിന്നീട് പോലീസിൽ പരാതിക്കായി സമീപിച്ചുവെങ്കിൽ പോലും പോലീസ് ഇതിൽ കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ കുറ്റപ്രകാരമാണ് കേസെടുത്തത്. പക്ഷേ ഇതിലൊരു വിഭാഗം സിനിമ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വേളയിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടാണോ ഇങ്ങനെ ഈ പരാതിക്കാരന്റെ പിന്നിൽ സിനിമാ സംഘടനയിലെ തന്നെ ചിലരുണ്ടോ എന്ന സംശയമൊക്കെ ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അവർ എന്തായാലും മാധ്യമങ്ങളെ കാണട്ടെ, അവർക്ക് പറയാനുള്ളത് പറയട്ടെ. അവിടെ ഈ കേസിന് പിന്നിലും അമ്മയിലെ തന്നെ ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ അമ്മയിലെ തന്നെ ചേരിതിരിഞ്ഞുള്ള പോരാട്ടമാണ് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് അല്ലേ?
അങ്ങനെ ഉണ്ടെങ്കിൽ പോലും സിനിമാ സംഘടനയിലുള്ളവർ അല്ലെങ്കിൽ ഈ താരങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും മോശമായിട്ടുള്ള രീതിയിലേക്ക് ശ്വേതാ മേനോനെ അല്ലെങ്കിൽ ഒരു കേസുമായിട്ടൊക്കെ ഞങ്ങൾ എന്തിനാണ് പോകുന്നത്? ഞങ്ങളുടെ സഹതാരമല്ലേ, മത്സരമായി കഴിഞ്ഞാൽ അത് പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും ഈ രീതിയിലേക്ക് ഒരു പുറമേ ഉള്ള ഒരാളെ കൊണ്ട് ഇങ്ങനെ പരാതി കൊടുക്കുക, അതും വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചു, സെൻസർ ചെയ്ത സിനിമകളാണ്. അല്ലെങ്കിൽ ഈ പറയുന്നതിൽ, ഈ പരാതിക്കാരൻ ആവശ്യപ്പെടുന്നതിലൊന്നും ഒരു കഴമ്പില്ല എന്ന് തന്നെയാണ് സിനിമാ സംഘടനയിലുള്ളവർ പറയുന്നത്. ഞങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഇത്രയും മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ ആരും തന്നെ ഇതിന് പിന്നിലില്ല എന്ന് തന്നെയാണ് മുതിർന്ന താരങ്ങളടക്കം പ്രതികരിക്കുന്നതും നമ്മൾ വിളിച്ച് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. ശ്വേതാ മേനോൻ അങ്ങനെ തെരഞ്ഞെടുപ്പാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാകും, ഇത് പൊതു തെരഞ്ഞെടുപ്പല്ലല്ലോ, സംഘടനയിലുള്ളിലുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്വേതാ മേനോനെതിരെ എതിർപ്പുണ്ടെങ്കിൽ അത് സംഘടനയിൽ തന്നെ പറഞ്ഞു തീർക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഇത്തരത്തിലൊരു കള്ളപ്പരാതി കൊടുക്കേണ്ട ആവശ്യം സിനിമാ സംഘടനയിലുള്ള ആർക്കുമില്ല. പ്രത്യേകിച്ച് ശ്വേതാ മേനോന് എതിരായി നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ സംഘടനയിലുള്ളവർക്കോ അങ്ങനെ അതൃപ്തി ശ്വേതാ മേനോനോട് ഉണ്ടെങ്കിൽ അത് വോട്ടിട്ട് തോൽപ്പിച്ചായിരിക്കും ഞങ്ങൾ മറുപടി നൽകുക. അല്ലാതെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികളോ അല്ലെങ്കിൽ അവരെ കുടുംബത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പരാതി നൽകി മുന്നോട്ട് പോകേണ്ട ആവശ്യം സിനിമാ സംഘടനയിലുള്ളവർക്കില്ല എന്ന് തന്നെയാണ് താരങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. വേടന്റെ കൊച്ചിയിലെ സംഗീത പരിപാടി മാറ്റിവെച്ചു. വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ച പശ്ചാത്തലത്തിലാണിതെന്നാണ് സൂചന. യുവതിയുടെ ലൈംഗികാരോപണ പരാതിയിൽ വേടനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. നവമി തന്നെ നൽകും വിവരങ്ങൾ. നവമി, ഈ പരിപാടിക്ക് വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ളത് പ്രതീക്ഷയിലായിരുന്നു പോലീസ്. പക്ഷേ വേടൻ ഇപ്പോഴും ഒളിവിലാണ്. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം അല്ലേ? ഭവ്യ, ശനിയാഴ്ചയാണ് വേടന്റെ പരിപാടി കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടത്താൻ തീരുമാനിച്ചത്. ഒരു സംഗീത നിശ്ചയമായിരുന്നു. അതിൽ വേടനോടൊപ്പം തന്നെ മറ്റ് ചില റാപ്പർമാരും ഉണ്ടെങ്കിൽ പോലും നേതൃത്വം നൽകുന്നത് വേടനായിരുന്നു. പക്ഷേ ആ പരിപാടിയിൽ വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ വേടൻ ആ പരിപാടി സംഘാടകർ മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റൊരു ദിവസം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പരാതിക്കാരിയെ സംബന്ധിച്ച് ഈ അതിജീവിതയ്ക്ക് വലിയ ആരോപണമുണ്ട്. സംസ്ഥാന സർക്കാരും പോലീസും വേടനെ സംരക്ഷിക്കുന്ന നിലപാടാണ്. എന്തുകൊണ്ടാണ് വേടനെ പോലൊരാളെ പോലീസിന് പിടികൂടാൻ കഴിയാത്തത്? മനഃപൂർവ്വം വേടന് ജാമ്യം കിട്ടുന്നതുവരെ, മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ പോലീസ് ഇങ്ങനെ വേടനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ് കടക്കുന്നത്. എന്തായാലും കോടതിയിലടക്കം ഇത് നിയമപരമായി തന്നെ കൂടുതൽ ശക്തമായി ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം ഈ പരാതിക്കാരിയും കുടുംബവും ആലോചിക്കുന്നത്. കാരണം വേടനെ ഇതിനു മുൻപ് പോലും സംസ്ഥാന സർക്കാർ പല രീതിയിലും സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു. വേടനെ സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലൊക്കെ അതിഥിയായി ക്ഷണിക്കുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വേടനെ സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും വേടനെ സംരക്ഷിക്കുന്ന സർക്കാരിൻ്റെ രീതിക്കെതിരെ വലിയ അതൃപ്തിയാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത്. എന്തായാലും ശനിയാഴ്ച വേടൻ ആ പരിപാടിക്ക് എത്തുമെങ്കിൽ അന്ന് അറസ്റ്റ് ചെയ്യാനായിരുന്നു തീരുമാനമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പക്ഷെ അപ്പോൾ അവിടെ എത്തിയിരുന്നെങ്കിൽ പോലും അത് എറണാകുളത്താണ്, പോലീസിന്റെ മുക്കിൻ തുമ്പിലാണ്. അങ്ങനെ എത്തിയാൽ അത് വലിയ ക്ഷീണം ചെയ്യുമായിരുന്നു പോലീസിന്. പക്ഷേ അത് അറിഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു. എന്തായാലും റാപ്പർ വേടൻ അവിടെ എത്തുന്നില്ല. അയാൾ ഇപ്പോഴും ഒളിവിലാണ്. പോലീസിന് എന്തുകൊണ്ടായിരിക്കും നോമി സൂചിപ്പിച്ചതുപോലെ തന്നെ വേടനിലോട്ട് എത്താൻ സാധിക്കാത്തത്? സ്വാഭാവികമായും വേടൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയുടെ ഒരു നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം അറസ്റ്റ് ചെയ്യാതാൽ മതി എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പോലീസിനോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന വിശദീകരണം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഹർജി പരിഗണിക്കുമ്പോൾ അതിലെന്താണോ തീരുമാനം വരുന്നത് അതുകൂടി നോക്കിയിട്ട് വേടനെ അറസ്റ്റ് ചെയ്യാം എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക്
നമുക്കറിയാം ഇതിനു മുൻപ് നടൻ സിദ്ദിഖിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതിയിൽ പോലും സിദ്ദിഖ് കൊച്ചിയിലൊക്കെ ഉണ്ടായിട്ട് പോലും പോലീസിനെ അറസ്റ്റ് ചെയ്യാതെ ഒളിച്ചു കളിക്കുന്ന സാഹചര്യമാണ്. ഇരുട്ടി തൽപ്പുന്ന രീതിയിലേക്കാണ് ഈ സ്വാധീനവും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായിരിക്കും. കോടതിയുടെ ഒരു മുൻകൂർ ജാമ്യമൊക്കെ കിട്ടി അല്ലെങ്കിൽ ജാമ്യം കിട്ടി അവർക്ക് പിന്നീട് അന്വേഷണത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. വേടനും സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിലെ വേടന്റെ വീട്ടിലെത്തി വേടന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അതുമായി വേടന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന മുന്നറിയിപ്പ് നേരത്തെ നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരിപാടി പോലും മാറ്റിവെക്കുന്ന രീതിയിലേക്ക് സംഘാടകരും എത്തി നിൽക്കുന്നത്. പോലീസും സർക്കാരും ഒക്കെ വേടനെ സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.